നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കോടതികളിലൊക്കെ ഭാഷിണി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ വരുവാൻ പോകുക എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഭാഷിണി എന്താണെന്ന് വെച്ചാൽ ഭാഷ തർജ്ജമ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഭാഷിണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവ നമ്മുടെ കോടതികളിലൊക്കെ വരുവാൻ പോകുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ കേസുമായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അയാളിപ്പോൾ മലയാളം സംസാരിക്കുന്നു, മലയാളം മാത്രമേ അറിയത്തുള്ളൂ എന്ന് വെക്കുക. ഇപ്പോൾ കോടതിയിലെ ജഡ്ജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതുപോലെ തന്നെ വക്കീൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ സാധാരണക്കാരൻ്റെ ജീവിതം അവർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ കോടതിയിലുള്ളവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആകെ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. എന്നുവെച്ചാൽ സ്വന്തം ജീവിതകാര്യം നമുക്ക് പോലും മനസ്സിലാത്ത രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ ഭാഷിണി എന്ന് പറയുന്ന ഈ കോടതികളിലും മറ്റും വരുന്നത്. അപ്പോൾ ഈ ഭാഷിണി പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ ഈ എല്ലാ ഭാഷകളെയും തർജ്ജമ ചെയ്ത് അവർക്കത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആയി കൊടുക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ഇംഗ്ലീഷ് പറയുന്നത് എനിക്ക് മലയാളത്തിലേക്ക് ആക്കി തരികയും ഞാൻ മലയാളത്തിൽ പറയുന്നത് അവർക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുക്കുന്നതും ഒരു ആണ് ഈ ഭാഷിണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ടെസ്റ്റ് ടു സ്പീച്ചും, പിന്നെ അങ്ങനെ സ്പീച്ച് ടു ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള മോഡലുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. അതായത് ഒന്നാമത്തെ കാര്യം, ഇത് സ്പീച്ച് റെക്കഗ്നൈസേഷനാണ്. അതായത് ഇത് സ്പീച്ച് മനസ്സിലാക്കുന്നു. പിന്നെ ന്യൂറൽ ലാംഗ്വേജ് മോഡൽ, അതിലേക്കാണ് ഈ ലാംഗ്വേജ് പോകുന്നത്. പിന്നീട് ഇത് മെഷീൻ കൺവേർഷൻ, അതായത് പിന്നെ തർജ്ജമ ചെയ്യുന്നു. പിന്നെ മലയാളം ടെക്സ്റ്റ്, അത് മലയാളം ടെക്സ്റ്റിലേക്ക് മാറ്റുന്നു. പിന്നെ മലയാളം വോയിസ്, പിന്നെ അത് മലയാളം വോയിസ് ആയിട്ട് ആ മലയാളം പറയുകയാണ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഈ കോഡിലൊക്കെ ധാരാളം ചെറിയ വാക്കുകളും ഈ ബന്ധപ്പെട്ടൊക്കെ പ്രത്യേക വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായി നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതൊന്നും സാധാരണ ക്ക് മനസ്സിലാവാറില്ല. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് അങ്ങനത്തെ വാക്കുകൾ, ലക്ഷക്കണക്കിന് വാക്കുകളൊക്കെ നമ്മുടെ കോടതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മോഡലിനെ പറഞ്ഞു പഠിപ്പിക്കണം പ്രത്യേകം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു നല്ല കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കർഷകൻ വന്നെന്ന് വെക്കുക. അപ്പോൾ അദ്ദേഹം കൂടെ ഒരു തർജ്ജമകനെ കൂട്ടിയിട്ട് മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ അവിടെ. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ല. അത് കോടതിയിലുള്ള ജഡ്ജിന് മനസ്സിലാകണമെങ്കിൽ അത് ഇംഗ്ലീഷിലേക്കാക്കി തർജ്ജമ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർഷകൻ ഒരു തർജ്ജമകനെ കൂടെ കൂട്ടിയിട്ട് മാത്രമേ ഇപ്പോഴത്തെ രീതിയിൽ വരാൻ സാധിക്കത്തുള്ളൂ. അതും അദ്ദേഹത്തിന് പൂർണ്ണമായും മനസ്സിലാകണമെന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ യുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മലയാളം പറഞ്ഞാൽ തർജ്ജമ ചെയ്ത് അത് ജഡ്ജിന് കിട്ടുകയും ജഡ്ജി പറയുന്ന കാര്യം, അതായത് കോടതിയിൽ നടക്കുന്ന കാര്യം കറക്റ്റായിട്ട് ആ കർഷകന് മനസ്സിലാകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, ഈ ഇത്രയും വിശ്വാസകരമാണോ, അതിനൊരു തെറ്റും സംഭവിക്കത്തില്ല എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരിക്കലും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അത് ഏത് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ എന്തായാലും ഒരു തർജ്ജിമകനെ, അതായത് ഈ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന ഒരാളെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജഡ്ജിൻ്റെയും തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന ഒരാളുടെ സഹായി ആയിട്ട് മാത്രമേ നമുക്ക് നെ കൂട്ടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം അവിടെ എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചാൽ തന്നെ, അതായത് നമ്മുടെ കോടതിയിലെ വിധിയിൽ വലിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ സംഭവിച്ചെന്ന് വരാം. കാരണം അത്രയും അത്യാവശ്യമായൊരു കാര്യമാണല്ലോ ഈ കോടതിയും അവിടുത്തെ വാക്കുകളും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ടെക്നോളജിയാണ് ഈ ഭാഷിണിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ന്യൂറൽ മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട്, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്,
പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ടെക്സ്റ്റ് ടു റീഡ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ മോഡൽസ് ആണ് ഈ ഒരു നമ്മുടെ എയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കേരളത്തിന് എന്താണ് ഇത്ര അത്യാവശ്യകരമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. ഇന്ന് പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗവൺമെൻറ് ഓഫീസുകൾ, ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ കളക്ട്രേറ്റ്, ഇവിടെയൊക്കെ തന്നെ പുറത്തുനിന്നുള്ളവരൊക്കെയാണല്ലോ വരാറ്. എന്ന് വെച്ചാൽ അങ്ങനെ കേരളത്തിൽ മലയാളികളാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് എന്താണ് കാര്യമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ഇത് വളരെയേറെ സഹായകരം തന്നെയാണ്. പിന്നീട് ഇത് വളരുന്നൊരു മേഖല, പിന്നീട് നമുക്ക് ഇത് എങ്ങോട്ടൊക്കെ എത്തിക്കാമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ, പിന്നെ ആരോഗ്യ മേഖലയിൽ, ഈ പാർലമെൻറ്റുകളിൽ എന്നിങ്ങനെ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്നിങ്ങനെ പലതരം ഓഫീസുകളിലൊക്കെ നമുക്ക് ഈ AI ആപ്ലിക്കേഷൻ എത്തിക്കാൻ സാധിക്കും. അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ. കാരണം ഞാൻ അവസാനമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഈ ഭാഷ എന്ന് പറയുന്നത് വലിയൊരു മതിൽ പോലെ, അതായത് ഈ മതിൽ പോലെ നിൽക്കുകയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് പല ഭാഷയിലായിരിക്കും, അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ AI വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഷയൊക്കെ തർജ്ജമ ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് കറക്റ്റ് നമുക്ക് അറിയാനും സാധിക്കും, നമുക്ക് ആ അറിവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ മതിൽ പൂർണ്ണമായും പോകുന്നൊരവസ്ഥയാണ് ഈ AIയും ഭാഷ എന്ന AIയും വന്നുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.